2013 റിലീസായ പപ്പ ഊട്ട് എന്നൊരു ഫ്രഞ്ച് പാട്ടാണിപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് 2026 ഇത്രയധികം വൈറലായത്? ആഫ്രിക്കൻ ചരിത്രത്തിലാണ് അതിൻ്റെ ഉത്തരം. കോങ്കോയുടെ ദേശീയ ഫുട്ബോൾ ടീം കളിക്കാനിറങ്ങുമ്പോഴൊക്കെ ഗ്യാലറിയിൽ പിന്തുണയുമായി ഒരാളെ നമ്മൾ കാണാറുണ്ട്. വലങ്കൈ ഉയർത്തി നിശ്ചലനായി നിൽക്കുന്ന മിച്ചൽ കൂക്ക. കോങ്കോയെ ബെൽജിയത്തിൻ്റെ കോളനി ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച തങ്ങളുടെ നേതാവ് പാട്രീസ് ലുമുംബയ്ക്കുള്ള ആദരവ് കൂടിയാണ് അയാളുടെ ആ നിൽപ്പ്. കോങ്കോയെ സ്വതന്ത്രമാക്കാൻ ജീവൻ വെടിഞ്ഞു പോരാടിയ കോളനി വാഴ്ചയുടെ ക്രൂരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ വ്യക്തിയാണ് പാട്രീസ് ലുമുംബ. (2025) ആഫ്രിക്ക കപ്പ് നേഷനിൽ അൾജീരിയയോട് തോറ്റ കോങ്കോ ടീമിനെയും മിച്ചലിൻ്റെ നിൽപ്പിനെയും കളിയാക്കിക്കൊണ്ട് അൾജീരിയയുടെ ഫോർവേഡ് നടത്തിയ ഒരു പരിഹാസ പ്രകടനത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കോങ്കോ ടീമിനും മിച്ചേലിനും സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു ആ അപമാനം. കോങ്കോയെ പരിഹസിക്കുന്ന ആ വീഡിയോ വൈറലായതിന് പിന്നാലെ അൾജീരിയ ഫോർവേഡിനെതിരെ പ്രതിഷേധം പുകഞ്ഞു. ഉള്ളുപൊള്ളുന്ന വേദനയോടെ കോങ്കോ തെരുവിലിറങ്ങി. കോങ്കോയുടെ പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകർന്നത് പപ്പ ഊട്ട് എന്നൊരു പാട്ടായിരുന്നു. തൊട്ടു പിന്നാലെ ജനുവരി 10 നടന്ന ക്വാർട്ടർ ഫൈനലിൽ 2-0 അൾജീരിയയെ തോൽപ്പിച്ചതിനു ശേഷം നൈജീരിയയുടെ സ്ട്രൈക്കർ തൻ്റെ വലങ്കൈ ഉയർത്തി ലുമുംബയെ അനുകരിച്ചു. കോങ്കോയ്ക്ക് വേണ്ടിയുള്ള നൈജീരിയയുടെ മധുര പ്രതികാരം കൂടിയായിരുന്നു അത്. നൈജീരിയൻ ഫോർവേഡ് അക്കോർ ആഡംസിൻ്റെ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലുണ്ടായിരുന്നതും ഈ ഗാനം തന്നെയായിരുന്നു. 1994 റുവാണ്ടൻ വംശഹത്യയിൽ കൊല്ലപ്പെട്ട അച്ഛനു വേണ്ടി തൻ്റെ മകനായ ബെൽജിയൻ കമ്പോസർ സ്ട്രോമെ 2013 എഴുതി അവതരിപ്പിച്ച പപ്പ ഊട്ടയുടെ AI വെർഷനായിരുന്നു അത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി മെല്ലെ സിരകളിലേക്ക് പടരുന്ന ആഫ്രിക്കൻ ബീറ്റുകളാണ് ഈ AI വെർഷൻ്റെ പ്രത്യേകത. പപ്പ ഊട്ട എന്ന ഫ്രഞ്ച് വാക്കിനർത്ഥം ഡാഡ് വേർ ആർ യു, അതായത് അച്ഛ നിങ്ങൾ എവിടെയാണ് എന്നതാണ്. 60 കാലഘട്ടത്തിൽ യുറേനിയത്തിന് വേണ്ടി അമേരിക്കയും ബെൽജിയവും ചേർന്ന് പാട്രീസ് ലുമുംബയെ വെടിവെച്ചു കൊന്നത് മുതൽ രാഷ്ട്രീയ അനാഥത്വം പേറുന്ന കോങ്കോയുടെ പ്രതിഷേധത്തിന് പപ്പ ഊട്ട എന്ന പാട്ട് നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല. 2013 റിലീസായി 10 വർഷങ്ങൾക്ക് ശേഷം മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിലെത്തിയത്. 2026 ആദ്യ വൈറൽ സോങ് ആയതും അങ്ങനെയാണ്. മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഈ ഗാനത്തിന് ആരാധകരായി കഴിഞ്ഞിരുന്നു. അർത്ഥമറിഞ്ഞും അറിയാതെയും ഇത് ധാരാളം ഷെയർ ചെയ്യപ്പെട്ടു. പക്ഷേ പപ്പ ഊട്ട് വെറുമൊരു പാട്ട് മാത്രമല്ല, ഇന്ന് ആഫ്രിക്കയുടെ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രമാണിത്. പാട്രീസ് ലുമുംബ എന്ന പോരാളിയുടെ ജീവിതമാണിത്.